ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും പൊറോട്ട വളരെ ഇഷ്ടമാണ്. ഇത് എങ്ങനെ ഈസിയായി വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാൻ ഒരു 3/4 കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു കോഴിമുട്ട കൂടി ചേർത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് അത് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തി കുഴക്കുന്ന പോലെ നല്ല ടൈറ്റ് ആവരുത്. ഒന്ന് വെള്ളം നന്നായി ഒഴിച്ച് ഒന്ന് ലൂസാക്കി കുഴച്ചെടുക്കാം. അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി എല്ലാ പൊടിയും കൂടി കുഴച്ചെടുക്കാം. ഒരു 8-10 മിനിറ്റ് നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് നന്നായി സോഫ്റ്റായി കിട്ടും. ഞാൻ ഒരു പ്രധാന ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയി. ഉപ്പ് ചേർക്കുന്ന സമയത്താണ് ഇത് ശരിക്കും ആഡ് ചെയ്യേണ്ടത്. സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് ഇതുകൂടി അതിലേക്ക് ആഡ് ചെയ്ത് നന്നായി കുഴച്ചെടുക്കാം. നമ്മുടെ പൊറോട്ട മാവ് റെഡി ആയിട്ടുണ്ട്. 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറായി. നമ്മുടെ മാവ് നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ബാക്കി മാവ് കൂടി നമുക്ക് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇനി നമുക്ക് പൊറോട്ട പരത്തിയെടുക്കാം. ഇതുപോലെ ഒരു ബോൾ എടുത്ത് ഇതുപോലെ കൈകൊണ്ട് നന്നായി പരത്തിയെടുക്കാം. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന കാരണം വേഗം പരന്നു വരുന്നുണ്ട്. ഇനി ഇതൊന്ന് വീശി അടിക്കാം. എനിക്ക് വീശി അടിക്കാനൊന്നും അറിയില്ല, എന്നാലും ചെയ്ത് നോക്കാം. നല്ല നേരിയതാക്കി തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിന് മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്ത എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുകളിലായി അല്പം പൊടി വിതറാം. ഇനി ഇതുപോലെ സെൻറ്റർ കട്ട് ചെയ്ത ശേഷം അത് ഉരുളകളാക്കി ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. ഇതുപോലെ ബാക്കി ഭാഗം കൂടി ചുരുട്ടിയെടുക്കാം. ഇനി നിങ്ങൾക്ക് പൊറോട്ട വീശി അടിക്കാൻ അറിയില്ലെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ച് നീട്ടിയാൽ മതി. പൊറോട്ട നന്നായി നീണ്ടു വരും. നല്ല സോഫ്റ്റ് ആയിരിക്കുന്ന കാരണം ഇത് നല്ല തിന്നായി കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് കറക്റ്റ് ആവുന്നില്ലെങ്കിൽ ചപ്പാത്തി പരത്താനൊക്കെ ഉപയോഗിക്കുന്ന കോയിൽ ഉപയോഗിച്ച് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം. ഇതുപോലെ ഓരോ ഉരുളയും കൈകൊണ്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. ഇനി ചൂടായ പാനിൽ വെച്ച് ചുട്ടെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളത് കൂടി ചെയ്യാം. ഇതിനു മുകളിൽ ഒരു സ്പൂൺ എണ്ണ കൂടി ഒഴിച്ച് നമുക്ക് നന്നായി ചുട്ടെടുക്കാം. നമ്മുടെ പൊറോട്ട നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ പൊറോട്ട ചൂടോടെ ഇതുപോലെ അടിച്ചെടുക്കാം.
ഇതുപോലെ ബാക്കിയുള്ള പൊറോട്ട കൂടി നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഇതിന് കൂടെ ബീഫ് റോസ്റ്റ് കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ് കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.